ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന രാജ്യം ഗാസയാണ്. ആ ഗാസയിലെ ജനങ്ങളുടെ സന്തോഷ സൂചിക പട്ടിക പ്രകാരം ഗാസയുടെ സ്ഥാനം ലോകാടിസ്ഥാനത്തിൽ 108ആണ്. റഷ്യൻ ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ. ആ ഉക്രൈൻ സന്തോഷ സൂചിക പട്ടികയിൽ ലോകാടിസ്ഥാനത്തിൽ 111 സ്ഥാനത്താണ്. ഇടയ്ക്കിടയ്ക്ക് തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്ന, ബലൂജ് മോചന സമരം നടക്കുന്ന, ഇന്ത്യയെ ആക്രമിച്ചതിലൂടെ തുടർന്ന് പ്രത്യാക്രമണം അനുഭവിച്ച പാകിസ്ഥാന്റെ സ്ഥാനം 109ആണ്. ജനകീയ പ്രതിഷേധത്തിലൂടെ ഭരണകർത്താക്കളെ പുറത്താക്കിയ നേപ്പാൾ ഈ സന്തോഷ സൂചിക പട്ടികയിൽ ലോകാടിസ്ഥാനത്തിൽ 92 സ്ഥാനത്താണ്. ഹൂത്തികളുടെ ആക്രമണങ്ങളും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും തിരിച്ചടി നേരിട്ട ഗസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ എന്ന അധിനിവേശ രാജ്യത്തെ ജനങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് പട്ടികയിൽ ആ രാജ്യം 8ാം സ്ഥാനത്താണ്. ലഹരി പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന മെക്സിക്കോ 10ാം സ്ഥാനത്തും. ട്രംപിന്റെ വിശ്വസ്ത മാധ്യമ പ്രവർത്തകൻ ജനമധ്യത്തിൽ വെടിയേറ്റ് മരിച്ച ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ സ്ഥാനം 24ആണ്. ഉക്രൈനെ ആക്രമിക്കുന്ന അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം അതിജീവിക്കുന്ന റഷ്യ 72ാം സ്ഥാനത്താണ്. മിലിറ്ററി പവർ കൊണ്ട് അത്ഭുതം തീർത്ത ഇന്ത്യയെയും റഷ്യയെയും ഉത്തര കൊറിയയും ഒക്കെ ചേർത്ത് നിർത്തിയ ഇന്ത്യയുടെ അയൽ രാജ്യമായ ചൈനയുടെ സ്ഥാനം 60ആണ്. എന്നാൽ ലോകരാജ്യങ്ങൾ ജനാധിപത്യത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടുവെങ്കിൽ അവർ ഇന്ത്യയെ മാതൃകയാക്കട്ടെ എന്ന് അഭിമാനം കൊള്ളുന്ന നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയണ്ടേ? ലോകാടിസ്ഥാനത്തിൽ 118ആണ്. ഗാസക്കും ഉക്രൈനും പാകിസ്ഥാനിനും നേപ്പാളിനും റഷ്യക്കും ഒക്കെ പിറകിൽ 118ാം സ്ഥാനത്ത്. പാകിസ്ഥാനും താഴെയാണ് നമ്മൾ ഇന്ത്യക്കാരുടെ സ്ഥാനം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയധികം പിറകോട്ട് പോയത്? കാരണം വ്യക്തമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അസ്വസ്ഥരാണ്. ഒന്നാമത്തെ കാരണം ഭരണകൂടം തന്നെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നത്. മറ്റൊന്ന് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയുന്നില്ല എന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടൽ, ജാതിപരമായ അതിക്രമങ്ങൾ, ഓരോ ദേശത്തും വ്യത്യസ്ത തരത്തിലുള്ള ആക്രമണങ്ങൾ, തൊഴിലില്ലായ്മ, വികസനമില്ലായ്മ, സാമ്പത്തിക അരക്ഷിതാവസ്ഥ തുടങ്ങിയവയൊക്കെയാണ് ഇതിന് കാരണം. സാമ്പത്തിക ഭദ്രത, ജീവിത നിലവാരം, ജനങ്ങളുടെ ശരാശരി ആയുസ്, ആരോഗ്യ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും, സാമൂഹിക പിന്തുണ, ജീവിത തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, അഴിമതി തുടങ്ങിയവയൊക്കെയാണ് ഈ സന്തോഷ സൂചിക പട്ടികയെ നിർണ്ണയിക്കുന്നത്. ഇവിടെ ആദ്യം GDP തന്നെ എടുക്കാം. ഉയർന്ന GDP ഉള്ള രാജ്യത്തെ ജനങ്ങൾ സന്തോഷവാന്മാർ ആയിരിക്കും എന്ന് പഠനം പറയുന്നു. എന്നാൽ ഭേദപ്പെട്ട മെച്ചപ്പെട്ട GDP ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ സന്തോഷവാന്മാരല്ല. കാരണം വ്യക്തമാണ്. സാമ്പത്തിക രംഗം ഒരു വഴിക്കും സാമൂഹ്യ രംഗം മറ്റൊരു വഴിക്കുമാണ് നീങ്ങുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തതും, സാമൂഹിക ഐക്യം കുറഞ്ഞതും, സംഘർഷങ്ങളും അഴിമതിയും ഇന്ത്യയെ പിറകിലേക്ക് നയിച്ചതായി കാണാം. ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് 2023 അമേരിക്കയുടെ സ്ഥാനം 23ആയിരുന്നു. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം, അഥവാ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അമേരിക്കയുടെ സ്ഥാനം ഒരു സ്ഥാനം പിറകോട്ട് പോയി 24ലെത്തി. തലതിരിഞ്ഞ ഭരണകർത്താക്കളുടെ പരിഷ്കാരങ്ങളും പിറകോട്ട് പോകാൻ കാരണമാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ട്രംപ്. ഏതായാലും ഇന്ത്യ ഇപ്പോൾ ലോകവേദികളെല്ലാം തിളങ്ങുകയാണ്. ആ തിളക്കം പക്ഷേ ഈ പട്ടികയിലേക്ക് ആരെങ്കിലും നോക്കിയാൽ നഷ്ടമാകും. പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയേക്കാൾ ബഹുദൂരം മുൻപിലാണ്. നമ്മൾ നമ്മളിലേക്ക് നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളാണ് 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ളത്. ദൗർഭാഗ്യകരമെന്ന് പറയാം. ആദ്യ 30 സ്ഥാനത്ത് 30ാം സ്ഥാനത്ത് മാത്രമാണ് ഏഷ്യയിലെ ഒരു രാജ്യമായ കുവൈത്ത് ഉള്ളത്.